54ാമത് ദേശീയ ദിനാഘോഷത്തിനായി അണിഞ്ഞൊരുങ്ങുകയാണ് ഒമാൻ. ഫലസ്തീനിലെ ഇസ്രായേൽ വംശഹത്യയും യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം പൊലിമ കുറച്ചായിരുന്നു ആഘോഷ പരിപാടികൾ. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ കാർമ്മികത്വത്തിൽ നടന്ന സൈനിക പരേഡിലും പതാക ഉയർത്തലിലും ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഒതുങ്ങി നിന്നു. ഈ വർഷത്തെ ആഘോഷ പരിപാടികളെക്കുറിച്ച് ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. മുൻ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമാണ് ഒമാൻ ദേശീയ ദിനമായി ആചരിച്ചു പോരുന്നത്. ദേശീയ ദിനത്തിന്റെ ഭാഗമായി നാടും നഗരവും കൊടിതോരണങ്ങൾ കൊണ്ട് നേരത്തെ അലങ്കരിച്ചു തുടങ്ങി. ഒമാനിലെ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും അലങ്കരിക്കുന്നതോടെ രാജ്യം ഉത്സവ പ്രതീതിയിലേക്ക് നീങ്ങും. ആഘോഷത്തിന്റെ റാലികൾ വേറെയും. കുട്ടികൾ വെള്ളയും ചുവപ്പും പച്ചയും നിറഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷം പങ്കുവെക്കും. വിവിധ സൈനിക വിഭാഗങ്ങളുടെ പരേഡ് നടക്കും. ഒമാൻ ഭരണാധികാരി ഹൈത്തം ബിൻ താരിഖാണ് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുക. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇത്തവണ രാജ്യത്ത് 3 കരിമരുന്ന് പ്രയോഗം നടത്തുമെന്നാണ് നാഷണൽ സെലിബ്രേഷൻസ് ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചത്. നവംബർ 18 മസ്കത്തിലെ അൽഖൂസ്, സലാലയിലെ ഇത്തീൻ, 21 ഖസബിലെ ദബ്ദബ എന്നിവിടങ്ങളിൽ രാത്രി 8 മണിക്കായിരിക്കും കരിമരുന്ന് പ്രയോഗം. ചെറിയൊരു ഇടവേളയ്ക്കു ശേഷമാണ് ദേശീയ ദിനാഘോഷത്തിൽ കരിമരുന്ന് പ്രയോഗം തിരിച്ചെത്തുന്നത്. 2022 ഇതിനു പകരം ലേസർ ഷോകൾ നടത്തിയിരുന്നു. നിസ്വ അടക്കമുള്ള നഗരങ്ങളിൽ സ്വദേശികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറും. ദേശീയ ദിനത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ അലങ്കരിക്കുന്നതും സാധാരണ കാഴ്ചയാണ്. മുൻകാലങ്ങളിൽ സ്വദേശികളും വിദേശികളും വ്യാപകമായി വാഹനങ്ങൾ അലങ്കരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വാഹനാലങ്കാരം ഒരുപാട് കുറഞ്ഞെന്നു തന്നെ പറയാം. മുൻ ഭരണാധികാരി സുൽത്താൻ കാബൂസിന്റെയും പുതിയ ഭരണാധികാരി സുൽത്താൻ ഹൈത്തമിന്റെയും ചിത്രങ്ങളും രാജ്യത്തിന്റെ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളും കൊണ്ടാണ് വാഹനങ്ങൾ അലങ്കരിക്കുന്നത്.